നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇത്രയും കാലം സഹിച്ചില്ലേ, ഇനി എനിക്ക് വയ്യ. ആരുടേതാണെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു തന്നെ കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുന്ന ഏതോ ഒരുത്തിക്ക് വേണ്ടിയാണ് നീ ഇപ്പൊ ഞങ്ങളോട് സംസാരിക്കണം. നീ ഓർക്കണം. അതെ, ഇവൾക്കും ഇവളുടെ തന്തയിലത്തെ കുഞ്ഞിനും വേണ്ടി നിങ്ങൾ വക്കാലത്ത് പിടിക്കാൻ നിൽക്കണ്ട. അത് നിങ്ങൾക്ക് ദോഷമേ വരുത്തൂ. നിന്നെയൊക്കെ പ്രസവിച്ച് ഇത്രയും കാലം വളർത്തി വലുതാക്കിയിട്ട് എനിക്ക് എന്ത് നന്മയാടാ ഉണ്ടായത്? അതിലും വലിയ ദോഷമൊന്നും ഇനി ഉണ്ടാവാനും പോകുന്നില്ല. ഇവള് പ്രസവിക്കുന്നത് ആരുടെ കുട്ടിയായാലും അത് എന്റെ പേരക്കുട്ടിയായി ഇവിടെ വളരും. വാ മോളെ. ഇവിടെ ഇരിക്കെ. ഇനി മുതൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. നീ എങ്ങനെ ഇത്രയും കാലം കഴിഞ്ഞു എന്നോ നിന്റെ വയറ്റിലെ കുഞ്ഞ് ആരുടെയാണെന്നോ ഇനി എനിക്ക് അറിയണ്ട. ഇത്രയും കാലം അമ്മ ജീവിച്ചത് നിന്നെ പറ്റി ഓർത്തും വിഷമിച്ചും മാത്ര. ഇനി എനിക്കതിന് വയ്യ. ആര് കൂടെ ഇല്ലെങ്കിലും എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതി. നിന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. ഇനി നമുക്ക് നമ്മൾ മാത്രം മതി. എനിക്ക് വയ്യ ഇനി ഇവരോടൊപ്പം ഇക്കാലം കഴിഞ്ഞതുപോലെ ജീവിക്കാം. പക്ഷെ അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പറ മോളെ. എന്തെങ്കിലും ഒരിക്കൽ ഞാനല്ല അമ്മയുടെ മകളെന്ന് അറിഞ്ഞാൽ, എന്നെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു മകൾ എന്റെ സ്ഥാനത്ത് അമ്മയുടെ മുന്നിൽ വന്നു നിന്ന, നീയല്ലാതെ എനിക്ക് വേറൊരു മകളില്ല. പക്ഷെ അന്വേഷിച്ചു പോയെടുത്ത് അവര് പറഞ്ഞത് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ? അവര് പറയുന്ന റാണി മറ്റൊരാളാ. അവൾക്കൊരിക്കലും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവില്ലെന്ന് അവര് പറയുന്ന. ഞാൻ അവർക്കറിയുന്ന റാണിയല്ലെന്ന്. എല്ലാ മനുഷ്യർക്കും ഒന്നിൽ കൂടുതൽ ജീവിതം ഉണ്ട് മോളെ. പുറമേ കാണുന്നവർ വിചാരിക്കുന്നതിനും അപ്പുറത്തുള്ള മറ്റൊരു ജീവിതം. എനിക്കുണ്ടായിരുന്നു അങ്ങനെയൊന്ന്. എന്റെ ഏട്ടനോ അച്ഛനോ ഒരിക്കൽ പോലും വിശ്വസിക്കാത്ത ഒരു ജീവിതം. ആ ജീവിതത്തിന്റെ ബാക്കിയാ നീ. അതുപോലെ മറ്റാരും അറിയാത്ത ഒരു രഹസ്യ ജീവിതം നിനക്കുണ്ടായിരുന്നെങ്കിലോ? ആ ജീവിതത്തെ പറ്റി നിനക്കിപ്പോ ഓർമ്മയില്ലാത്തതുകൊണ്ടാണെങ്കിലോ? പക്ഷേ അവര് പറഞ്ഞത്, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് കാലങ്ങൾക്ക് ശേഷം കിട്ടിയ എന്റെ മകളാ നീ. ആ നിന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. കാലങ്ങൾക്ക് ശേഷം നീ തിരിച്ചെത്തും എന്ന് ഉറപ്പുള്ളത് എന്റെ അച്ഛൻ പ്രമാണത്തിൽ അങ്ങനെ ഒരു ക്ലോസ് വെച്ചത്. അതറിയാവുന്നത് കൊണ്ടാ ഏട്ടൻ നിന്റെ ഫോട്ടോ എനിക്ക് നേരത്തെ കാണിച്ചു തന്നത്. എല്ലാം നീ എന്റെ അടുക്കൽ എത്താനുള്ള ഒരു നിമിത്തമായിരുന്നു മോളെ. അങ്ങനെ മനസ്സിലാക്കാനാ എനിക്കിഷ്ടം. നീയും ഇനി അങ്ങനെ വിചാരിച്ചാ മതി. കാലങ്ങൾക്ക് ശേഷം നിന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നീ തിരിച്ചെത്തി. പക്ഷെ അമ്മ, ആ ഓട്ടോ സ്റ്റാൻഡിലും മാർക്കറ്റിലും ആളുകളുമായി വഴക്കിട്ടും തല്ലുപിടിച്ച് നടന്നിരുന്ന മറ്റൊരു റാണിയുണ്ടെന്ന് അവര് പറയുമ്പോ, ആ റാണി എന്റെ മകളായിരിക്കില്ല. എന്റെ ഏട്ടൻ എനിക്ക് കാണിച്ചു തന്ന ഫോട്ടോ നിന്റേതാ. എന്റെ ഏട്ടൻ ഒരിക്കലും എന്നോട് കള്ളം പറയില്ല. നീ എന്റെ മകള്, നീ മാത്രം. ഇക്കണക്കിന് പോയാൽ അധികം താമസിയാതെ നമ്മൾ ഇവിടുന്ന് പുറത്താവും. ഇന്ന് നീ അവളുടെ ഭാവം കണ്ടില്ലേ? നിന്നെ തല്ലുന്നവരെ എനിക്ക് തോന്നി. എന്നെ തല്ലിയ എന്റെ കൈ വെറുതെ ഇരിക്കില്ല. അതിപ്പോ അമ്മയായാലും അച്ഛനായാലും. എന്നിട്ട് ഒന്നും മിണ്ടാന്ന് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ.
അച്ഛനും കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കല്ലായിരുന്നോ? ഒരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞില്ലല്ലോ. എടാ ഞാൻ വെറുതെ നിൽക്കായിരുന്നില്ല, ആലോചിക്കായിരുന്നു. എന്താ ആലോചിച്ചോണ്ടിരുന്നെ? സ്ട്രാറ്റജി. എന്താ? എടാ മോനെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ നേരിട്ട് എന്ത് ചെയ്താലും അത് നമുക്ക് തന്നെ എതിരായി വരും. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ഇവളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്നും ഇവൾ ഇക്കഴിഞ്ഞ കാലം എങ്ങനെ ആയിരുന്നു എന്നും കണ്ടെത്തണം. എന്നിട്ട് കാര്യമുണ്ട്. അന്ന് വന്നൊരു സ്ത്രീയില്ലേ, ഒരു സീതമ്മ, അവര് മടങ്ങിപ്പോകുമ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. റാണിയുടെ സ്വഭാവത്തിനും രീതിയിലും അവർക്ക് ചെറിയൊരു സംശയമുള്ളതുപോലെ തോന്നി. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? ഇതിനി ശരിക്കുള്ള റാണി അല്ലെങ്കിലോ? രാവിലെ മുതൽ കള്ള് കേട്ടി തുടങ്ങുമ്പോ ഇതല്ല ഇതിനപ്പുറം തോന്നും. എടാ ഞാൻ പറഞ്ഞു വരുന്നത്, അച്ഛൻ ഇനി ഒന്നും പറയണ്ട. ഇവിടെ അവള് നല്ല പിള്ളയായിട്ട് ചമയുന്നുണ്ടെങ്കിൽ അതവളുടെ ഒന്നാന്തരം തട്ടിപ്പാ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അല്ല നീ എന്ത് ചെയ്യാനാ പ്ലാൻ? ഞാനൊന്നും ചെയ്യില്ല, ചെയ്യിക്കും. ആ അതാണ് ബെസ്റ്റ്. നമ്മളായിട്ട് ഒന്നും ചെയ്യരുത്. എടാ, നമ്മൾ രണ്ട് സ്ത്രീകൾക്ക് എന്തെങ്കിലും ചെയ്തെന്ന് അറിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നമുക്കെതിരാവും. പഴയതുപോലെ അല്ല. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകൾ ഇപ്പോ കൂടുതലാ. അതിനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. അച്ഛൻ നോക്കിക്കോ, എന്നേക്കുമായി അവളെ ഇവിടുന്ന് പുറത്താക്കുന്നതിന് മുന്നേ ആ വിരല് വെട്ടിയെടുത്തിട്ടായാലും ഞാൻ നമ്മുടെ കാര്യം നടത്തും. അതാണ്. എല്ലാം കഴിഞ്ഞ് സ്വത്തെല്ലാം കൈവശം വന്ന ശേഷം മാത്രമേ നിന്റെ തള്ള കൂടി അറിയാൻ പാടുള്ളൂ. പതിയെ നമുക്ക് അവളെ കൂടെ ഒഴിവാക്കാടാ. ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? പിന്നെ ഞാൻ ഒരുങ്ങി കഴിഞ്ഞു. എന്നാ വേഗം വാ. അല്ല, നമ്മളിത് എവിടേക്കാ പോകുന്നേ? ആ അതൊക്കെ ഉണ്ട്, എല്ലാം വഴിയേ പറയാം. താമ്പാ. ആ മക്കളെ, ആ നിങ്ങൾ എങ്ങോട്ടാ? ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല അമ്മേ. ആ എന്തായാലും ആഹാരം കഴിച്ചിട്ട് പപ്പാ. ഇന്നലെ പൂജമോള് വന്നപ്പോ അച്ഛമ്മ ദേഷ്യപ്പെട്ടു അല്ലേ? എവിടേക്കാ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ട് പോയാ പോരായിരുന്നോ? പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്കും ഒന്നും പറയാൻ പറ്റാതായിപ്പോയി. പണ്ട് സ്നേഹസ്ഥാനത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ആക്സിഡന്റ് പറ്റിയിരുന്നു. അയ്യോ, പൂജ ആ കുട്ടിയെ കാണാൻ പോയതാമേ. ആ എന്നാ പിന്നെ പറഞ്ഞിട്ട് പോകായിരുന്നില്ലേ മോളെ? ഇപ്പൊ പോകുന്നതും അങ്ങോട്ടാണോ? അജയൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ആ അപ്പൊ അരുണിമ ചേച്ചിയുടെ അടുത്തേക്കായിരിക്കും അല്ലേ? അല്ലേടാ? ആണോ ചേട്ടാ? അമ്മയുടെ അടുത്തേക്കാണോ പോകുന്നത്? ആ അത് നമുക്ക് തീരുമാനിക്കാം. എന്തോ വലിയ സസ്പെൻസ് ആണല്ലോ. വേണമെങ്കിൽ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആ കുട്ടിയില്ലേ, ആ കുട്ടിയുടെ അടുത്തേക്ക് ഒന്ന് പോവാം. അല്ലേ പൂജ? അയ്യോ, വെള്ളെന്താ നെറുകെ കയറിയതാ.